ഹേ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ തമിഴ് ത്രില്ലർ ഫിലിമായിട്ടുള്ള വൈറ്റ് റോസ് ആണ്. അഷറഫ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഭാര്യ ദിവ്യയും മകൾ ദിയയുമായി സന്തോഷത്തിൽ നാടൊക്കെ ചുറ്റി എൻജോയ് ചെയ്യുകയാണ്. എന്നാൽ തീവ്രവാദികളുടെ എൻകൗണ്ടറിൽ അഷറഫിനെ അവർ കൊല്ലുന്നു. അഷറഫിന്റെ മരണത്തിന് ശേഷം അഷറഫിന്റെ കടങ്ങളൊക്കെ ദിവ്യയുടെ മേലെയാകും. എന്നാൽ അത് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് മകൾ ദിയയെ കടം കൊടുത്തവർ തട്ടിക്കൊണ്ടു പോകുന്നു. 2 ദിവസത്തിനുള്ളിൽ പണം സെറ്റിൽ ചെയ്യണം. അതിനായി യാതൊരു വഴിയുമില്ലാതെ കോൾ ഗേൾ ആയി മാറുന്നു ദിവ്യ. എന്നാൽ ദിവ്യയുടെ ഫസ്റ്റ് കസ്റ്റമർ ഒരു സൈക്കോ ആണ്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം, മകളെ രക്ഷപ്പെടുത്തുകയും വേണം. ഇതാണ് മൂവിയുടെ സമ്മറി. മൂവിയുടെ തുടക്കത്തിൽ ഒരു കോൾ ഗേളിനെ കാണിക്കുന്നു. അവളെ ഒരു റെഡ് കാറിൽ ഒരാൾ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരുടെ സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ അയാൾ ഒരു മയക്കാനുള്ള ഇഞ്ചക്ഷൻ അവൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം അവളെ വലിച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് പോകുന്നു. അവിടെ ഒരു ടേബിൾ കിടത്തി കത്തി കൊണ്ട് അവളുടെ കഴുത്തിൽ വെക്കുന്ന ടൈമിൽ സീൻ ഷിഫ്റ്റായി പിറ്റേ ദിവസം കാണിക്കുന്നു. പിറ്റേന്ന് അടയാർ ബ്രിഡ്ജിന് താഴെ ഒരു ബോഡി കിട്ടി. അത് പീസായിട്ടാണ് ഉള്ളത്. അതിലൊരു ചൂണ്ടുവിരൽ കാണുന്നില്ല. നേരത്തെയും ഇതുപോലുള്ള മൃതദേഹം കിട്ടിയത് കൊണ്ട് അങ്ങനെയുള്ള ആൾ തന്നെ ആയിരിക്കും ഈ കൊലപാതകം ചെയ്തത് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. പിറ്റേ ദിവസം ദിവ്യയെ കാണിക്കുന്നു. അവളും ഒരു കോൾ ഗേൾ ആണ്. അവൾ വെയിറ്റ് ചെയ്യുന്ന നേരം അവളുടെ പാസ്റ്റ് ഓർക്കുന്നു. അവളുടെ ഹസ്ബൻഡ് അഷ്റഫും മകളുമായി വളരെ സന്തോഷത്തിലാണ് ജീവിച്ചിരുന്നത്. അവർ റെസ്റ്റോറന്റിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു. ദിവ്യയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയി ഒരു കേക്കും ഒരു മോതിരവും അഷ്റഫ് കൊടുക്കുന്നു. പിന്നെ അവർ ബീച്ചിൽ പോകുന്നു, പാർക്കിൽ പോകുന്നു. അങ്ങനെ വളരെ സന്തോഷത്തിൽ ഡേ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ പോകുന്ന ടൈം പോലീസ് ബാരിക്കേഡ് കാണുന്നു. പോലീസും ടെററിസ്റ്റുമായി ഷൂട്ടിംഗ് നടക്കുന്നു. അതിന്റെ ഇടയിൽപ്പെട്ട് അഷ്റഫിനെ പോലീസ് അബദ്ധത്തിൽ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം തെറ്റ് മറയ്ക്കാനായി അഷ്റഫും ഒരു ടെററിസ്റ്റ് ആണ് എന്ന് വരുത്തി തീർക്കുന്നു. അഷ്റഫിന്റെ മരണത്തിന് ശേഷം ദിവ്യ വളരെ പട്ടിണിയിലാണ് ജീവിക്കുന്നത്. അപ്പോഴാണ് ഹൗസ് ഓണർ 3 മാസത്തെ റെന്റ് ചോദിക്കുന്നത്. വാടക കൊടുത്തില്ലെങ്കിൽ ഇറക്കി വിടും എന്ന് അയാൾ പറയുന്നു. ദിവ്യയെ കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന നെയ്ബർ ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം യാതൊരു വഴിയുമില്ലാതെ പാരന്റിനെ കാണാൻ പോവുകയാണ് ദിവ്യ. ദിവ്യയുടേതൊരു ലവ് മാരേജ് ആയതുകൊണ്ട് അവർ മകൾ മരിച്ചതായി കണക്കാക്കി അവളെയും കുഞ്ഞിനെയും പുറത്താക്കുന്നു. അതിനുശേഷം ദിവ്യ ആ കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആ നെയ്ബറിനോട് സഹായം ചോദിക്കുന്നു. അവൾ ഒരു കടയിൽ ബില്ലടിക്കുന്ന പണി സെറ്റാക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദിയ വരുന്നത്, സ്കൂൾ കഴിഞ്ഞ്. അങ്ങനെ അമ്മയുടെ വർക്ക് കഴിയാൻ കാത്തിരിക്കുകയാണ് ദിയ. അപ്പോഴാണ് അഷ്റഫ് ലോൺ എടുത്ത് പലിശക്കാർ ദിയയെ പണത്തിന് വേണ്ടി തട്ടിക്കൊണ്ടു പോകുന്നത്. എത്ര പറഞ്ഞിട്ടും അവർ പണം കൊടുക്കാത്തത് കൊണ്ട് ദിയയെ തരില്ല എന്ന് പറയുന്നു. അതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ പൈസ കൊടുക്കണം എന്നും പറയുന്നു. അല്ലെങ്കിൽ മകളെ ഇന്ത്യക്ക് പുറത്ത് വിൽക്കും എന്നും അവർ പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ടൈമിലാണ് നെയ്ബർ ആയിട്ടുള്ള ആ കുട്ടി പറയുന്നത് അവൾ ശരിക്കും കോൾ ഗേൾ ആണെന്ന്. കോൾ ഗേൾ ആയി നിന്ന് പെട്ടെന്ന് പൈസ സെറ്റാക്കാം എന്നും അവൾ പറയുന്നു. അങ്ങനെ പെട്ടെന്ന് പണം കിട്ടാൻ വേണ്ടി കോൾ ഗേൾ ആയി വർക്ക് ചെയ്യാൻ ദിവ്യ തീരുമാനിക്കുന്നു. അങ്ങനെ നല്ല വിഷമമുണ്ടെങ്കിലും കോൾ ഗേൾ ആയി വർക്ക് ചെയ്യാൻ വേണ്ടി ഫ്രോക്ക് ഒക്കെ അണിഞ്ഞ് റെഡി ആയിട്ട് ദിവ്യ നിൽക്കുന്നു. കുമാർ എന്ന ബ്രോക്കറിന് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ ഒരു റെഡ് കളർ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ദിവ്യ. കാറിൽ കയറിയതിനു ശേഷം അയാളുടെ വീട്ടിൽ എത്തി. അയാൾ മദ്യപിച്ചിട്ടുണ്ട്, അതുപോലെ കഞ്ചാവ് വലിക്കുന്നുമുണ്ട്. ആ ടൈമിൽ ദിവ്യ റിഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് പോകും. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അഷ്റഫ് കൊടുത്ത മോതിരം കയ്യിൽ നിന്നും ഊരി താഴെ പോകും. അതെടുക്കാൻ വേണ്ടി തറയിൽ നോക്കുമ്പോൾ ഒരു ചൂണ്ടുവിരൽ കിടക്കുന്നത് കാണും. ഇത് കണ്ട് പേടിച്ച് ദിവ്യ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയും. പോലീസ് ട്രാക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ സിഗ്നൽ വീക്ക് ആയതുകൊണ്ട് എക്സാക്ട് ലൊക്കേഷൻ കിട്ടിയില്ല. ദിവ്യ അവളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എന്നിട്ട് തന്റെ മകളെയും രക്ഷപ്പെടുത്തണം എന്ന് പറയും. പോലീസ് അസിസ്റ്റന്റിനോട് ദിവ്യയെ കുറിച്ച് അന്വേഷിക്കാൻ പറയും. അപ്പോൾ അവർ അഷ്റഫിനെ കുറിച്ച് അറിയും. എങ്ങനെ അവൻ ടെററിസ്റ്റ് ആയി എന്നും അറിയും. ദിവ്യയെ സൈക്കോ ആൾ വിളിക്കുന്നുണ്ട്. എന്നാൽ കുളിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ 2 മിനിറ്റ് കൂടി ചോദിക്കും. പോലീസ് തന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് ദിവ്യയുടെ ഫോൺ റെക്കോർഡ്സ് എടുക്കും. അതിൽ ലാസ്റ്റ് കോൾ ചെയ്തത് കുമാർ ആണ്. അങ്ങനെ അയാളുടെ അടുത്ത് പോകും പോലീസ്. രേഖ എന്ന പോലീസ് അസിസ്റ്റന്റ് അയാളോട് ചോദിക്കുമ്പോഴാണ് ദിവ്യ പുതിയതായി ജോയിൻ ചെയ്തതാണെന്നും അവളുടെ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ അറിയില്ല എന്നും അയാളുടെ കോൺടാക്ട് നമ്പർ മാത്രമേ കയ്യിലുള്ളൂ എന്നും ഇയാൾ പറയും. അങ്ങനെ ഈ നമ്പർ ഇൻസ്പെക്ടറിന്റെ കയ്യിൽ എത്തും. ഇൻസ്പെക്ടർ ആ സൈക്കോ കസ്റ്റമറിനെ വിളിക്കുമെങ്കിലും ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ദിവ്യ ഇൻസ്പെക്ടറിനെ വീണ്ടും ഫോൺ വിളിക്കും. അപ്പോൾ ഇൻസ്പെക്ടർ ദിവ്യയോട് ആ റൂമിൽ എന്തെങ്കിലും ആയുധമുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അവളോട് ഒരു കാര്യം പറയുന്നു. അങ്ങനെ അവൾ ഫ്ലഷ് ടാങ്കിന്റെ മൂടിയെടുത്ത് സൈക്കോ കസ്റ്റമറിനെ അടിക്കാനായി റെഡിയായി നിൽക്കുന്നു. സൈക്കോ കസ്റ്റമർ ഡോർ പൊട്ടിച്ചു തുറക്കും. ദിവ്യ അടിക്കുമെങ്കിലും അയാളെ അത് അഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെ അയാൾ ദിവ്യയുടെ കഴുത്തിൽ പിടിക്കും. എന്നാലും എങ്ങനെയെങ്കിലും ഒക്കെ ദിവ്യ രക്ഷപ്പെട്ട് ഡോർ തുറക്കാൻ നോക്കുമ്പോൾ ഈ സൈക്കോ കസ്റ്റമർ ദിവ്യയുടെ തലയിലേക്ക് ചുറ്റിയൽ എടുത്ത് എറിയും. ദിവ്യയുടെ തല പൊട്ടി ബ്ലഡ് വരുന്നു. അവൾ ബോധം കെട്ട് വീണു. അവളെയും വലിച്ചുകൊണ്ട് അയാൾ റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അയാൾ ഫോൺ സ്വിച്ച് ഓൺ ആക്കി മാറ്റുന്നു. എന്നിട്ട് കാർ എടുത്തിട്ട് എങ്ങോട്ടോ പോകും. ഇൻസ്പെക്ടർ സൈക്കോ കസ്റ്റമറിന്റെ നമ്പർ ട്രേസ് ചെയ്ത് പോകുന്നു. അയാൾ ഒരു ചായക്കടയിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ഇൻസ്പെക്ടർ ആദ്യം കോൾ ചെയ്ത് കൺഫേം ആക്കുന്നു. അതിനുശേഷം സൈക്കോ കസ്റ്റമറിനെ ഫോളോ ചെയ്യുന്നു. സൈക്കോ കസ്റ്റമർ ഓടുന്നു. ഇൻസ്പെക്ടറും കൂടെ ഓടുന്നു. എന്നിട്ട് അവർ തമ്മിൽ ഫൈറ്റ്
ആണ് നടക്കുന്നത്. സൈക്കോ കസ്റ്റമർ ഇൻസ്പെക്ടറിനെ കമ്പി കൊണ്ട് ഇടുപ്പിൽ കുത്തുന്നു. ഇൻസ്പെക്ടർ അയാളെ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. ഇൻസ്പെക്ടറിനും വലിയ കുഴപ്പമൊന്നുമില്ല. സൈക്കോയുടെ ബുള്ളറ്റ് എടുക്കുന്നു. സൈക്കോ കസ്റ്റമറിനെ കണ്ട ഡോക്ടർ ഞെട്ടുന്നു. എന്നിട്ട് ഇൻസ്പെക്ടറിനോട് അയാളുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നു. അയാളുടെ പേര് ദിലീപ് എന്നാണ്. അയാൾ ആരോടും വലുതായിട്ട് മിണ്ടില്ലായിരുന്നു. എന്നാൽ സ്വാതി എന്നൊരു കുട്ടിയെ അയാൾക്ക് ഇഷ്ടമായിരുന്നു. അവൾക്ക് വേറെ പ്രണയം ഉണ്ടായിരുന്നു. ദിലീപിന് ഒരുപാട് വിഷമമായി. അവൾ പ്രണയിക്കുന്ന ആ പയ്യനെ അടിക്കുന്നു. സ്വാതി കംപ്ലൈന്റ് കൊടുക്കുന്നു. എന്നാൽ പിന്നീട് അവൾ ഒരു കാരണം കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നു. സ്വാതിയുടെ ഡെഡ് ബോഡിയെ ദിലീപ് റേപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം ലേഡി ഡോക്ടർ മോർച്ചറിയിൽ പോകുമ്പോൾ അവിടെയുള്ള ഡെഡ് ബോഡിയെയും ദിലീപ് റേപ്പ് ചെയ്യുന്നത് കാണുന്നു. അങ്ങനെ ദിലീപിന് മെന്റൽ ആണ് എന്നിവർക്ക് മനസ്സിലാക്കി അവനെ സസ്പെൻഡ് ചെയ്ത് മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കുന്നു. അവനെ ഹെൽപ്പ് ചെയ്ത മോർച്ചറി ബോയിയെയും ഇവർ സസ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ അവൻ സൂയിസൈഡ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യുന്നത്. അതിനുശേഷം ലേഡി ഡോക്ടർ തന്റെ ജീവന് പേടിയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ലേഡി ഡോക്ടറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പോലീസ് കോൺസ്റ്റബിളിനെ ഇൻസ്പെക്ടർ ഏർപ്പാടാക്കുന്നു. ദിവ്യയുടെ ലൊക്കേഷൻ ഇൻസ്പെക്ടർ ട്രേസ് ചെയ്യുന്നു. രേഖ ദിവ്യയുടെ മകളെ പലിശക്കാരന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഇതേ സമയം ബോധം വന്ന ദിവ്യ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ദിലീപിനും ബോധം വന്നിട്ടുണ്ട്. അതേസമയം ലേഡി ഡോക്ടറിനെ കൊല്ലുകയാണ് ദിലീപ്. അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ നോക്കുന്നു. ദിവ്യ പുറത്തു വന്നതിന് ശേഷം മോതിരത്തെ കുറിച്ച് ആലോചിച്ച് തിരിച്ച് മോതിരം എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറുന്നു. എന്നാൽ ഒരു നായയുടെ പിടിയിൽ പെട്ടെങ്കിലും പിന്നീട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവൾ കയറി ചെല്ലുന്നത് അവിടെ അടുത്തുള്ളൊരു ഫാർമസിയിലാണ്. അവിടെ ഒരു അപ്പുപ്പനും അമ്മുമ്മയാണ് ഉള്ളത്. അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അവർ പറയുന്നു ഉള്ളിലേക്ക് കയറാൻ. അങ്ങനെ ദിവ്യ പിന്നീട് കൺട്രോൾ റൂമിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുമുണ്ട്. ഇൻസ്പെക്ടർ ഫാർമസിയിലേക്ക് പോകുന്നു. എന്നാൽ ദിലീപ് മരുന്ന് വെക്കാനായി ഫാർമസിയിലേക്ക് ചെല്ലുമ്പോൾ അമ്മുമ്മ എല്ലാ കാര്യങ്ങളും ദിലീപിനോട് പറയുന്നു. ആളറിയാതെ ദിലീപ് അമ്മുമ്മയെ കൊല്ലുന്നു. എന്നിട്ട് ദിവ്യയെ കണ്ടുപിടിക്കാനായിട്ട് ഫാർമസിയുടെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ അപ്പുപ്പൻ തടയുന്നു. അപ്പുപ്പനെയും കൊല്ലുന്നു. എങ്ങനെയൊക്കെ ദിവ്യ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ദിവ്യയുടെ പുറകിൽ തന്നെയുണ്ട് ദിലീപ്. ഇൻസ്പെക്ടറും ദിവ്യയെ അന്വേഷിക്കുന്നുണ്ട്. ദിവ്യ ഒളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദിലീപ് കണ്ടെത്തുന്നു. അപ്പോൾ ദിവ്യ ഇൻസ്പെക്ടറിനെ കാണുന്നു. ഇൻസ്പെക്ടർ ദിലീപിനെ തടയുന്നു. അവിടെ ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. പിന്നീട് അങ്ങനെ ദിവ്യ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും പിന്നീട് ഇൻസ്പെക്ടറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വലിയ കമ്പി എടുത്ത് ദിലീപിനെ അടിക്കുന്നു. അങ്ങനെ ദിലീപ് താഴെ വീഴുകയാണ്. അതേസമയം തന്നെ രേഖ ദിവ്യയുടെ മകളായിട്ടുള്ള ദിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. പിന്നെ രണ്ടുപേരും കൂടി അമ്മയും മകളും കൂടി കെട്ടിപ്പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള സീനാണ്. പോലീസ് ട്രെയിനിങ് എടുക്കുകയാണ് ദിവ്യ. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ഇതൊരു പുതിയ ജീവിതമാണ് എന്ന് ദിവ്യയോട് ഇൻസ്പെക്ടർ പറയുന്നു. എന്നിട്ട് ഒരു കേക്കും കൊടുക്കുന്നു. അങ്ങനെ അമ്മയും മകളും കൂടി കേക്ക് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് ഈ മൂവി എൻഡ് ചെയ്യുകയാണ്. വൈറ്റ് റോസ് എന്ന ഈ മൂവി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. See ya.